ഡെയിലി രാത്രി ഒരു പെഗ് അടിച്ചിട്ടേ കിടക്കാറുള്ളൂ. ഇങ്ങനെ പറയുന്ന വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഒരു ആരോഗ്യ പ്രശ്നമില്ല എനിക്ക്, പക്ഷേ ഞാൻ ഡെയിലി രാത്രി ഒരു പെഗ് അടിക്കും, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ. ഇങ്ങനെയാണ് നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ശീലമെങ്കിൽ ഗ്രാജുവലി നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? അതാ ആദ്യമായി നിങ്ങളുടെ ലിവർ പതിയെ ലിവർ ആദ്യമൊക്കെ കുറച്ചൊക്കെ ആൽക്കഹോൾ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ലിവർ സമ്മതിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കണ്ടിന്യൂസ് കൺസംഷനിലൂടെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, ഫാറ്റി ലിവർ എന്നീ കണ്ടീഷനിലേക്കൊക്കെ മാറും. രണ്ടാമത് ഗട്ട് ഹെൽത്ത്, അതായത് നമ്മുടെ വയറിൻ്റെ ദഹനത്തിന് എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ കുടലിനകത്തുള്ള ആമാശയത്തിനകത്തുള്ള ലൈനിങ്ങിനെ ഇത് ഇൻറ്ററപ്റ്റ് ചെയ്യും. ഗ്രാജുവലി അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ്, ആസിഡ് റിഫ്ലക്സ്, ബ്ലോട്ടിംഗ് പോലെയുള്ള കണ്ടീഷനിലേക്ക് വരും. എപ്പോഴും എരിച്ചിൽ, പുകച്ചിൽ, വയറുപെരുപ്പം പോലെയുള്ള കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ദഹനം വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റിയും കുറവായിരിക്കും. ഇനി നിങ്ങളുടെ ഉറക്കത്തിന് എന്ത് സംഭവിക്കും? ആദ്യമൊക്കെ നല്ല ഉറക്കം കിട്ടും. പതിയെ നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറും. ഒരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് കിട്ടാണ്ടാവും. ഇത് ഗ്രാജുവലി നമ്മളുടെ പകൽ സമയത്തെ ആരോഗ്യത്തെയും ബാധിക്കും. ഉറക്കം കുറയുന്നതിനനുസരിച്ച് തന്നെ രാവിലെ നിങ്ങൾക്കൊരു മന്ദിപ്പായിരിക്കും പിന്നീട് ഉണ്ടാവാൻ പോകുന്നത്. അതിനുശേഷം പകൽ സമയങ്ങളിലെ ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് നിങ്ങൾക്ക് പൊതുവിലൊരു ഫറ്റീഗ് അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഗ്രാജുവലി മെൻ്റലി നമുക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് എന്നീ കണ്ടീഷനിലേക്കൊക്കെ മാറാൻ ഉള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഇനി നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ അത് വല്ലാണ്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയും ഇത് പതിയെ ബാധിച്ചു തുടങ്ങും. ഹാർട്ട് ബീറ്റിൻ്റെ ഒരു റിതം മാറി തുടങ്ങും. പതിയെ ഗ്രാജുവലായിട്ട് തന്നെ നമ്മളുടെ ബ്ലഡ് പ്രഷർ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇത് നിങ്ങളുടെ സെക്ഷുവൽ ലൈഫിനെ, നിങ്ങളുടെ ഹോർമോൺ ലെവലിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബാധിക്കും. മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽ താഴ്ന്നു തുടങ്ങും. അത് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ, വൈറ്റാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഹോർമോണാണ്. നിങ്ങളുടെ ബലം കുറയും, നിങ്ങൾക്ക് സെക്ഷുവൽ ഏർജസ് അല്ലെങ്കിൽ ലോസ് ഓഫ് ലിബിഡോ, താല്പര്യങ്ങൾ കുറയുന്നു. അതുപോലെ നിങ്ങളുടെ മസിൽ ബൾക്ക് കുറയുവാനും നിങ്ങൾക്ക് പൊതുവിലൊരു ക്ഷീണിതനായി മാറുന്നു. ദെൻ അബൌട്ട് ദ വെയ്റ്റ് മാനേജ്മെൻറ്റ്, പതിയെ നിങ്ങൾക്ക് ഓവർ വെയ്റ്റിലേക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുടവയർ വരാനുള്ള സാധ്യത, ബെല്ലി ഫാറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫാറ്റിൻ്റെ മെറ്റബോളിസം അല്ലെങ്കിൽ ഫാറ്റ് ബേണിങ്ങിനെ നിങ്ങൾ ഈ ക്രോണിക് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൽക്കഹോൾ കൺസംഷൻ, ഫാറ്റ് ബേണിങ്ങിനെയും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നടക്കാണ്ടാവും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പതിയെ ബാധിച്ചു തുടങ്ങി നിങ്ങൾക്ക് പല രോഗങ്ങളും പ്രായമാകുമ്പോൾ വരാൻ സാധ്യതയുള്ളതായ രോഗങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസും ഉണ്ടാവുന്നു. അപ്പോൾ ഡെയിലി ഒരു പെഗ് കഴിക്കുന്നതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നവർ നിങ്ങൾ കൃത്യമായി ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വരദാനമാണ് ആരോഗ്യപൂർണ്ണമായ നിങ്ങളുടെ ശരീരം. അത് ഓരോ വർഷങ്ങൾ കൊണ്ട് നിങ്ങളതിൻ്റെ ഹെൽത്ത് കുറച്ച് നിങ്ങളുടെ ഒരു അസറ്റായ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമസ്കാരം.